പ്രണയിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല വ്യക്തിയെക്കുറിച്ച് എന്താന്നുള്ളത്. ഒരു ഏകദേശം ഒരു രൂപം കിട്ടും നമുക്ക്. അതുകൊണ്ട് കുറച്ച് അടുത്ത് ഇടപഴകി, അതായത് പ്രണയിച്ചതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. നല്ലപോലെ നോക്കുന്ന എങ്ങനെ അറിയാം? ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ പരിചയമുണ്ട്. പരിചയം വെച്ചൊന്നും ഒളിച്ചോടി പോയിട്ട് കാര്യമൊന്നുമില്ല. ശൃംഗാരം ഇങ്ങനെ ഒരു നാണം പോലൊക്കെ ഇങ്ങനെ ശൃംഗരിച്ചൊക്കെ ഇരിക്കുക. ഇങ്ങനെ ബീബൽസം ഹാസ്യം മതി. വേണ്ട വേണ്ട, അട്ടഹാസം. കള്ളനാണ്. നോക്കിട്ടങ്ങനെ കള്ളത്തരമായിട്ടൊന്നും തോന്നില്ല. വായി നോക്കി നടക്കുന്നില്ലെന്ന് തോന്നുന്നു. വിവാഹം കഴിഞ്ഞാൽ സ്ത്രീകൾ ഭർത്താവിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. എന്തിനാ മാറിയിരിക്കുന്നത്? എന്തിനാ പിന്നെ വിവാഹം കഴിക്കുന്നേ? അങ്ങനെയല്ല. പിന്നെങ്ങനെ? അടൂർ ബാസി ഒരു പിശുക്കനാണെന്ന് മുൻ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? പിശുക്കനായതുകൊണ്ട്. അച്ചമ്മയെന്ന് പറയുന്ന എന്നില് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്തോ? അച്ഛമ്മയുടെ തമാശ. അച്ഛമ്മ ഈ വയസ്സിലും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അത് മാത്രമേ ഉള്ളൂടി. എനിക്കൊരു ഗിഫ്റ്റ് ആയിരുന്നു. അടുത്ത് വാ, നിനക്കൊരു ഗിഫ്റ്റ് തരട്ടെ ഞാൻ. ഞാനൊരു ഉമ്മയെ പ്രതീക്ഷിച്ച്. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ എവ്രിവൺ, മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കംപക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കംപക്കത്തിൽ നിന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് ഒരുപാട് സിനിമയിലും സീരിയലിലും കൂടെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ശ്രീലത അമ്മയാണ്. ശ്രീലത അമ്മ, വെൽക്കം ടു ദ ഷോ. ഈ ഷോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കും. അപ്പൊ യെസ് ആണെങ്കിൽ ചേച്ചി ഇതിനകത്തുനിന്ന് ഒരു സിപ്പ് കുടിക്കാം, അല്ലെങ്കിൽ കുടിക്കണ്ട. ഓക്കെ. അപ്പം ചക്കം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്, പക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. ഓക്കെ, മനസ്സിലായി. ചക്കം തുടങ്ങാം. വിവാഹം കഴിഞ്ഞാൽ സ്ത്രീകൾ ഭർത്താവിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. നിൽക്കരുത്. അതെന്താ? എന്തിനാ മാറിയിരിക്കുന്നത്? എന്തിനാ പിന്നെ വിവാഹം കഴിക്കുന്നേ? അങ്ങനെയല്ല. പിന്നെങ്ങനെ? പിന്നെങ്ങനെയാ? അല്ല, ഞാൻ ചോദിച്ചതാ. മാറി നിൽക്കണ്ട. അപ്പോ ഈ മാറി നിൽക്കാനാണെങ്കിൽ എന്തിനു വിവാഹം കഴിക്കുന്നു? അപ്പൊ കഴിക്കാൻ. ഓക്കെ ഓക്കെ, അടുത്ത പിന്നെ വിവാഹം കഴിക്കാതിരുന്ന പോരെ? കഴിക്കാം. അല്ല, മാറി നിൽക്കണ്ട. മാറി നിൽക്കരുത്. നിൽക്കണ്ട. ഓക്കെ. പക്കം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടാസ്ക് ആണ്. ടാസ്കില് ഫസ്റ്റ് സെഗ്മെന്റ് ആക്ടിങ് സെഗ്മെന്റാ. അപ്പം ഇതിനകത്ത് ടാസ്ക് എന്താന്ന് വെച്ചാൽ ഒളിച്ചോടിപ്പോയ പേരക്കുട്ടിയെ ഉപദേശിക്കുന്ന മുത്തശ്ശി. ഒളിച്ചോടിപ്പോയ പേരക്കുട്ടീനെ ഉപദേശിക്കുന്ന മുത്തശ്ശി. അതെങ്ങനെയാണ് ഉപദേശിക്കണ്ടേ? അപ്പൊ ഞാനാണ് ഒളിച്ചോടിപ്പോയ പേരക്കുട്ടി. അപ്പൊ എന്നെ എങ്ങനെയാണ് ഉപദേശിക്കുക? എന്നെ ഒന്ന് ഉപദേശിച്ചാൽ മതി വെറുതെ. അതായത് പേരക്കുട്ടിയോട് ചോദിക്കും. എന്നെ ഉപദേശിച്ചാൽ മതി, ചോദിക്കണ്ട. മതിയോ? ഈ ഒളിച്ചോടിപ്പോയവനെ എന്ത് വിശ്വാസത്തിലാണ് അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത്? ഒളിച്ചോടിപ്പോയാൽ എന്നെ നല്ലപോലെ നോക്കും. നല്ലപോലെ നോക്കുന്ന എങ്ങനെ അറിയാം? അല്ല, ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ പരിചയമുണ്ട്. പരിചയം വെച്ചൊന്നും ഒളിച്ചോടി പോയിട്ട് കാര്യമൊന്നുമില്ല. അതല്ല, എന്റെ ഈ ലൈഫിൽ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കണത് അവനാ. വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ടാണ് അല്ലേ? വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ല. വീട്ടിൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഒളിച്ചോടിപ്പോയത്. മുത്തശ്ശിക്കെങ്കിലും എന്റെ അവസ്ഥ മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് എങ്ങനെ ജീവിക്കും? ഇല്ല, അപ്പൊ അവനിപ്പോ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് IELTS ഒക്കെ എഴുതിയിട്ടുണ്ട്. അവൻ പുറത്തോട്ട് പോയി കഴിഞ്ഞ് ഒളിച്ചോടിയാ പോരെ? അല്ല, അവനൊരു ജോലി ആവട്ടെ, എന്നിട്ട് അവൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് ഒളിച്ചോട്. ഓക്കെ ഓക്കെ. നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആട്ടോ. സിനിമയിലും സീരിയലിലും പുതുതായി കടന്നു വരുന്ന യുവതാരങ്ങളിൽ ചിലർക്ക് തലക്കനവും ജാടയും കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്.
ആർക്കാന്ന് പറയണ്ട, എന്താ അങ്ങനെ ആർക്കാന്ന് പറയത്തില്ല, ഉണ്ട്. തിരിച്ച് സീരിയലിലോട്ട് ചെല്ലണ്ട ഞാൻ. അതെ, ഓക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത നമ്മുടെ ടാസ്ക് ആണ്. നവരസങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണം. നവരസങ്ങളില് ഇപ്പൊ പ്രായമുണ്ട്, ഈ രസമൊക്കെ വരുമെന്ന് എനിക്കറിയാം. അല്ല, എന്നാലും നമുക്ക് നോക്കാം. അതൊരു വല്ലാത്ത ചോദ്യമായി പോയത്. എന്ത് രസമാണ് ഉദ്ദേശിക്കുന്നത്? ശൃംഗാരം. ശൃംഗാരോ? ഈ പ്രായത്തിലൊക്കെ ശൃംഗരിക്കാൻ പറ്റുമോ? നോക്ക് പറ്റും. അതെ, അല്ല, അത്ര ശൃംഗരിക്കാം. ഇങ്ങനെ ഒരു നാണം പോലൊക്കെ ഇങ്ങനെ ശൃംഗരിച്ചൊക്കെ ഇരിക്കാം ഇങ്ങനെ. ശൃംഗാരം. പിന്നെ അടുത്ത നവരസം ദേഷ്യോ? ഹാസ്യോ? ഹാസ്യം. ദേഷ്യോ? ഹാസ്യം. ഹാസ്യോ? അതിപ്പം എങ്ങനെയാ അത് എങ്ങനെ വരുത്തുന്നത്? അട്ടഹാസം. അതാണോ? ഇല്ലേ, സോറി, ഹാസ്യം മതി. ഹാസ്യം മതി. വേണ്ട, അട്ടഹാസം. അട്ടഹാസം നവരസം ഇല്ലാന്ന് നവരസമല്ലത് അല്ലേ? ഇതൊരു കുഴയ്ക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ശാന്തം. ശാന്തമായിട്ടിരിക്കുക. ബീഭത്സം. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത് ബീഭത്സമൊക്കെ വേണമെങ്കിൽ ഒരു ഗതയൊക്കെ വേണം കയ്യിൽ. ഓക്കെ, നമുക്ക് അടുത്ത് നമ്മുടെ ചക്കത്തിലോട്ട് പോവാം. അടൂർ ബാസി ഒരു പിശുക്കനാണെന്ന് മുൻ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ടോ? അതെന്താ അങ്ങനെ പറയാൻ? പിശുക്കനായതുകൊണ്ട്. ഒറ്റ ഇതിനകത്ത് പറയല്ലേ. പിന്നെ എങ്ങനെ ഞാൻ പറയണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ആണോ? കാരണം പുള്ളി ഒറ്റ പൈസ ചെലവാക്കത്തില്ല. അങ്ങനെ എന്താന്നറിയാൻ വയ്യ അതിന്റെ കാര്യം എന്താന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടാസ്ക്. ഇവിടെ നമുക്ക് 3 ക്യാമറമാൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരാളെ നോക്കി ലക്ഷണം പറയണം. ഞാൻ ഒരാളെ സെലക്ട് ചെയ്ത് തരാം. ആ നോക്കിയിട്ട് ലക്ഷണം പറഞ്ഞാൽ മതി. ഓക്കെ, ശരി. ഈ ചേട്ടനെ നോക്കി മുഖം നോക്കി മുഖലക്ഷണം പറയണം. കള്ളനാണ്, എന്നാലും കള്ളനാണ്. നോക്കിയിട്ട് അങ്ങനെ കള്ളത്തരമായിട്ടൊന്നും തോന്നുന്നില്ല. എന്ത് കൊള്ളാ ചെയ്തേ? കള്ളത്തരില്ല. എന്താ തോന്നണേ? എനിക്കിപ്പം മുഖം നോക്കിയിട്ട് അങ്ങനെ ഒരു കള്ളനായിട്ടൊന്നും തോന്നുന്നു. പക്ഷെ വേറെന്താ തോന്നണേ? വേറെന്തോ തോന്നുന്നു വെച്ചാല് അതെന്ത് പറയാനത്? പറഞ്ഞോ, മുഖലക്ഷണം നമ്മൾ പറയൂലേ, ഒരാളെ കാണുമ്പം ഒരു മുഖലക്ഷണം നമ്മൾ പറയൂലേ. വായി നോക്കി നടക്കുന്നില്ലെന്ന് തോന്നുന്നു. അത് ശരിയാ. അതെ. ഓക്കെ, നമ്മുടെ അടുത്ത ചക്കം. ഓക്കെ, പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതാണ് അറേഞ്ച് മാരേജിനെക്കാട്ടിലും എന്തുകൊണ്ട് നല്ലത്? ആണോ? അതെന്താ? അതായത് പ്രണയിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല ആ വ്യക്തിയെക്കുറിച്ച് എന്താന്നുള്ളത്. ഒരു ഏകദേശം ഒരു രൂപം കിട്ടും നമുക്ക്. അതുകൊണ്ട് കുറച്ച് അടുത്ത് ഇടപഴകി, അതായത് പ്രണയിച്ചതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മുടെ അടുത്ത ടാസ്ക്. ഓക്കെ, ഫോൺ കോൾ ടു എ കോ ആർട്ടിസ്റ്റ്. അപ്പം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അമ്മയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു കാര്യം ഞാനിങ്ങനെ ഹലോ 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 റെബേക്ക. അച്ഛമ്മ, നീ എന്നെ മറന്നോ? ഞാൻ ഒരു കാര്യം ചോദിക്കാം, നീ സത്യമേ പറയാവൂ. ചോദിക്കട്ടെ? ഈ അച്ഛമ്മയെന്ന് പറയുന്ന എന്നില് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്തുവാ? അച്ഛമ്മയുടെ തമാശ. അച്ഛമ്മ ഈ വയസ്സിലും ഭയങ്കര എനർജറ്റിക് ആയിട്ട്. അത് മാത്രമേ ഉള്ളൂടി. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് എല്ലാവരോടും പറയണ കാര്യം അതാണ്. ഒന്നുമില്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഹലോ, ഇത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നിന്നായിരുന്നേ.
പറയും പറയും അപ്പൊ നമ്മുടെ ഗസ്റ്റ് അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി മനസ്സിലായല്ലേ? ഉണ്ടാവും അതാണ് മനസ്സിലായി. മനസ്സിലായി. ആ ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ടാസ്ക് ആയിരുന്നു, അങ്ങനെ വിളിച്ചതാ ചേച്ചിനെ. ഓക്കെ ആ ശരി ശരി ഓക്കെ ഓക്കെ ശരി ചേച്ചി. ശരി ശരി, താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു താങ്ക് യു. ഒക്കെ മനസ്സിലായി. മനസ്സിലായല്ലേ? പെട്ടെന്ന് ഓ അപ്പൊ നമ്മളിങ്ങനെ എനർജി ആയിട്ട് ഇരിക്കുന്നൊക്കെ. ഓ മനസ്സിലായില്ലേ ഇപ്പം? അതെ അതെ. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചക്കത്തിലോട്ട് പോവാം. ഓക്കെ. എന്നെ സിനിമയിൽ നിന്നും മാറ്റാൻ മറ്റൊരു നടി കിണങ്ങി ശ്രമിച്ചിട്ടുണ്ട്. അത് കുഴക്കത്തില്ല. ഇല്ല, ആരെന്താന്നൊന്നും ചോദിക്കൂല. അങ്ങനെ ഫീൽ ചെയ്തപ്പോഴാ? അങ്ങനെ ഫീൽ ചെയ്യുന്ന വെച്ചാൽ ആ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു നടി അത് അവരെ മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ ഫീൽ ചെയ്യുന്നത്. അതെ. ഓക്കെ, നമ്മുടെ ടാസ്ക് ലൈവായി എനിക്കൊരു ഗിഫ്റ്റ് തരണം. ലൈവായിട്ടൊരു ഗിഫ്റ്റ് തരണം. ഞാൻ അടുത്ത് തരാം. തരട്ടെ? ആ വാ വാ. അടിക്കരുത് കേട്ടോ. ഇവിടെ നിന്ന് ഇവരൊക്കെ പറ അടി കൊടുക്കാനൊക്കെ. അടി കൊടുക്കാൻ ഇപ്പൊ എന്തൊരു ഗിഫ്റ്റ് കൊടുക്കുന്നേ. ഇപ്പൊ ഇങ്ങോട്ട് വാ. അതൊക്കെ ഒരു gift വേണം ഇല്ലേ? അതെ, ഒരാളൊരു ഗിഫ്റ്റ് തരുമ്പോ നീ അത് വാങ്ങിക്കണ്ടേ? അടുത്ത് വാ, നിനക്കൊരു ഗിഫ്റ്റ് തരട്ടെ ഞാൻ. ഇങ്ങോട്ട് വാ. ഞാനൊരു ഉമ്മയെ പ്രതീക്ഷിച്ച്. കുഴപ്പമില്ല, സാരില്ല. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചക്കത്തിലോട്ട് പോവാട്ടോ. പഴയ കാലത്ത് സിനിമയ്ക്ക് വേണ്ടി ഇന്റിമേറ്റ് രംഗങ്ങളും മറ്റും ചിത്രീകരിച്ചത് വളരെ ഫേക്ക് ആയിട്ടായിരുന്നു. ആണോ? അല്ല? ഓക്കെ, അല്ല അല്ല. നമുക്കെന്നാ നമ്മുടെ അടുത്ത ചക്കത്തിലോട്ട് പോവാം. ഓക്കെ. നടൻ ജയൻ ജീവിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലായിരുന്നു എന്ന് മുമ്പൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെട്ടു. കേട്ടോ? അതെന്തായിരുന്നു അങ്ങനെ? അതായത് അന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇദ്ദേഹം ജീവിച്ചിരുന്നാൽ തന്നെ ഒരു വെജിറ്റബിളായിട്ട് അങ്ങനെ കിടക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ ഒരു ഇൻ്റർവ്യൂ എന്താ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് ആൾക്കാർ പറഞ്ഞു അത് ഇവരാരെ അങ്ങനെ പറയാൻ ഇവരാരത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു നടിയല്ലേ ഞാൻ. എന്നെക്കാട്ടി കൂടുതൽ ഇപ്പോഴത്തെ ഇവിടെയുള്ള പൊതുജനത്തിന് അറിയത്തില്ലല്ലോ. അന്നത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡ്യൂസർക്കൊക്കെ അഭിനയിച്ചവർക്ക് മാത്രമേ അറിയാത്തുള്ളൂ. അപ്പോൾ അന്ന് അങ്ങനെ ഡോക്ടർ പറഞ്ഞെന്നുള്ള പറഞ്ഞാൽ എന്താ തെറ്റ്? അതെന്നെ ട്രോൾ ചെയ്ത് മറ്റേ പറിച്ച് ഞാൻ ഒന്നും ഇപ്പം പറയാറില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടുണ്ടാവും. അപ്പം അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടാസ്കിലോട്ട് പോവാം. ഇതൊരു ആക്ടിങ് സെഗ്മെന്റ് ആണ്. അപ്പം ചേച്ചി ഇപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇതിൽ എൻ്റെ ഇന്റർവ്യൂ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിക്ക് ഒരു ആക്ടിങ് സെഗ്മെന്റ് ആണ്. ആ ശരി. അല്ല ആര് പറഞ്ഞു? ഇല്ല, അയ്യോ അങ്ങനെയല്ല, ഏറ്റവും നല്ലത് അങ്ങനെയല്ല, ഇതൊരു സെഗ്മെന്റാ. ആണോ? അപ്പൊ ഞാൻ നന്നായിട്ട് തന്നെ പറയണോ? നന്നായിട്ട് പറയണോ? എന്റെ പൊന്നെ, അപമാനിക്കുവാണല്ലോ. ഇല്ലല്ല, അപമാനിക്കുന്നില്ല. ആ എന്നാ പറയാം. കുഴപ്പമില്ല, ചോദ്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല ഭാവിയുണ്ട്. എന്തായാലും ഇനിയും ഒരുപാട് പേരെ ഇതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യണം. അവരെ കൊണ്ട് പലതും ചെയ്യിക്കണം, പലതും പറയിപ്പിക്കണം. അതിനുള്ള കഴിവൊക്കെ ദൈവം തരട്ടെ. ഇത്ര നേരം ഇന്റർവ്യൂ ചെയ്തതിന് വളരെ താങ്ക്സ്. ഇങ്ങോട്ട് പറയണ്ടേ? ഞാൻ അങ്ങോട്ട് പിന്നെ നമുക്ക് ഒരുപാട് സിനിമയിലും സീരിയലിലും ഒക്കെ ചേച്ചീനെ കാണാൻ പറ്റട്ടെ. ചേച്ചി ആഗ്രഹിച്ച ഒരുപാട് റോൾസ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ നമുക്ക് ഇത്രയും ടൈം നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. ഏതായാലും ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാൻ ആരെയെങ്കിലും ഇമിറ്റേറ്റ് ചെയ്ത് പഠിച്ചോണ്ട് പഠിച്ചോണ്ട് വരണം, ചെറുപ്പക്കാരെ അല്ലേ? ഓക്കെ.